നമസ്കാരം, ലിസീസ് ഹോമിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുളകിട്ട മീൻകറിയാണ്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് കറികൾ ഉണ്ടാക്കുന്നത്. അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ചിലത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഉപയോഗിക്കും. ഉലുവ ചെറിയ ടേബിൾ സ്പൂണ്, കുടംപുളി 3-4 കഷ്ണം. ഇതിപ്പോൾ ചെറിയ കഷ്ണം ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത്. ചെമ്പല്ലി മീനാണ് 3-4 കഷ്ണം. കാശ്മീരി ചില്ലി 2 ടേബിൾ സ്പൂണ്, എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂണ്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കാം. അല്ലാതെ ഡയറക്റ്റ് വേണമെങ്കിൽ ഇട്ടെടുക്കാം. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടുന്നത് വരെ വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ മുളക് പൊടിയുടെ കണക്കൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കാശ്മീരി ചില്ലി വേണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി മാത്രമാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എന്നുള്ളത് 1.5 ടേബിൾ സ്പൂൺ ആക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ പേസ്റ്റ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഒരു മൺചട്ടി എടുത്ത് വയ്ക്കുക. മൺചട്ടിയിൽ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. കോക്കനട്ട് ഓയിലാണ് നല്ലത്. ഉലുവ ഇട്ട് പൊട്ടിക്കുക. കടുക് ഇട്ട് പൊട്ടിക്കുക. ഉലുവ ഒരുപാട് കരിഞ്ഞു പോകണ്ട. കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. വറുകലിന് വേണ്ടിയുള്ള സാധനങ്ങൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക്, കറിവേപ്പില, കടുക്, ഉലുവ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്തെടുത്തു. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് ഒരുവിധം നന്നായി ഒരു പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ സവാളയാണ് എടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമ്മൾ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി വാടിക്കിട്ടുന്നതാണ്. ഏത് കറി ഉണ്ടാക്കുമ്പോഴും നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്കത് വാടിക്കിട്ടുന്നതാണ്. നന്നായിട്ട് വാടിക്കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയുടെ പേസ്റ്റ് രൂപത്തിൽ നമ്മൾ ആക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. മൊത്തം അത് നമുക്ക് ചേർത്ത് നമ്മുടെ ഈ സവാളയുടെ മിക്സിൽ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി നമുക്ക് മിക്സായി കിട്ടണം. ഇത് ഫുള്ള് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഫുള്ള് ചേർത്ത് കൊടുത്തു. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് ആദ്യം മിക്സ് ചെയ്തെടുത്തു. ഇനി കുറച്ചുകൂടി വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മൊത്തം 1.5 കപ്പോളം വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ചെറിയ കഷ്ണം ആയതുകൊണ്ടാണ് 3-4 ചെറിയ കഷ്ണം കുടംപുളി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തക്കാളി ചേർക്കുകയാണെങ്കിൽ കുടംപുളിയുടെ അളവ് നമുക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാം. ഇതിലേക്ക് നമ്മൾ തിളച്ച് വന്ന കറിയിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. കറി തിളച്ച് തുടങ്ങുമ്പോഴാണ്
മീൻ ചേർത്ത് കൊടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മീൻ വെന്ത് തുടങ്ങിയതിന് ശേഷം സ്പൂണോ തവിയോ കരണ്ടിയോ ഒന്നും ചേർത്ത് നമ്മൾ ഇളക്കരുത്. ചട്ടി ഒന്ന് ചുറ്റിച്ചാണ് കൊടുക്കേണ്ടത്. ഇല്ല എങ്കിൽ നമ്മുടെ മീൻ ഉടഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. മീൻ നമുക്ക് വെന്ത് തുടങ്ങിയതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. അതെ, നമ്മളെല്ലാം മിക്സ് ചെയ്ത് നമ്മുടെ മീൻ കറി ഇപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ മീൻ കറി കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ മീൻ കറിയാണ്. നല്ല എരിവും പുളിയുമുള്ള ഒരു മീൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.